നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. മോഹൻലാൽ കഴിഞ്ഞാൽ ആരാ? മമ്മൂട്ടി. മമ്മൂട്ടി കഴിഞ്ഞാലോ ദിലീപ്? സാപ്പിയുടെ ചോദ്യങ്ങൾക്ക് ഇങ്ങനെ മറുപടി നൽകണം. ചിലപ്പോൾ മമ്മൂട്ടി കഴിഞ്ഞാൽ ആരാ, മോഹൻലാൽ എന്ന ക്രമത്തിലാവും ചോദ്യോത്തരങ്ങൾ. നടൻ സിദ്ദിഖിൻ്റെ അന്തരിച്ച മകൻ സാപ്പിയുടേതായിരുന്നു ഈ ചോദ്യങ്ങളല്ല. ചോദിക്കുന്നതോ വീടിനടുത്തുള്ള പലചരക്ക് കടയിലെ സിയാദിനോടും. ഇതുമാത്രമല്ല, നിത്യേന കടയിലെത്തുന്ന സാപ്പിക്ക് പല കാര്യങ്ങളും ചോദിക്കാനും പറയാനുമുണ്ടാവും. വിചാരിച്ച മറുപടി കിട്ടിയില്ലെങ്കിൽ ചെറിയ പരിഭവം. എന്നാൽ കടയിൽ സ്ഥിരമായി എത്തുന്ന ആരെങ്കിലും വാപ്പ സിദ്ദിഖിൻ്റെ സിനിമാ വിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നും മിണ്ടാതെ തലയാട്ടും. ഇടയ്ക്ക് കടയിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുത്തു കഴിക്കാനും മറക്കില്ല. ഈ കടയിൽ നിന്നും അടുത്തുള്ള ചായക്കടയിൽ നിന്നുമെല്ലാം എന്തു വേണമെങ്കിലും എടുത്തു കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കടയുടമകൾ അവരുടെ സ്വന്തം സാപ്പിക്ക് നൽകിയിട്ടുണ്ട്. മകൻ എടുക്കുന്ന സാധനങ്ങളുടെ ചെലവ് കൃത്യമായി സിദ്ദിഖ് കട നടത്തുന്നവർക്ക് നൽകാറുണ്ടെന്നും സിയാദ് പറഞ്ഞു. ഭിന്നശേഷിക്കാരനായ മൂത്ത മകൻ റാഷിനെ സ്പെഷ്യൽ ചൈൽഡ് എന്നാണ് സിദ്ദിഖ് വിശേഷിപ്പിച്ചിരുന്നത്. അവൻ്റെ വിശേഷങ്ങൾ നടൻ ഇടയ്ക്കിടെ പങ്കുവെക്കാറുണ്ടായിരുന്നു. തൻ്റെ പ്രിയപുത്രൻ്റെ വിയോഗമറിഞ്ഞ് കാക്കനാട് പടമുകളിലെ വീട്ടിലെത്തിയ സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരോട് സംസാരിക്കാൻ കഴിയാതെ സിദ്ദിഖ് എന്ന പിതാവ് വല്ലാതെ തളർന്നിരുന്നു. എന്നാൽ ആരും കാണാതെ ഉള്ളിലൊതുക്കിയ വിഷമം സഹപ്രവർത്തകർ ചേർത്ത് പിടിച്ചതോടെ പൊട്ടിക്കരച്ചിലായി. ദിലീപ്, ഫഹദ് ഫാസിൽ, മനോജ് കെ ജയൻ, കുഞ്ചാക്കോ ബോബൻ, കാവ്യ മാധവൻ തുടങ്ങി സിനിമാ രംഗത്തെ നിരവധി പേരാണ് റാഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്.